എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലുജ്യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ജ്യൂസ് അല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് ജ്യൂസിൻ്റെ കൂടെ കിട്ടുന്ന ഒരുപാട് സ്നാക്സുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സാൻഡ്വിച്ച്. ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ കടയിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 40-50 ആ റേറ്റൊക്കെയാണ് സാൻഡ്വിച്ചിന് വരിക. കോടി പോയ ഒരു 30 ആ റേഞ്ചിൽ മാത്രമേ നമുക്ക് സാൻഡ്വിച്ച് കടയിൽ നിന്ന് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു 20 രൂപയുടെ പാക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 4 സമൂല് കൊണ്ട് ഒരു 50 രൂപയുടെ ചിക്കനും വാങ്ങിയാൽ അതിക്ക് കുറച്ച് മസാലയും കുറച്ചൊക്കെ ചേർത്ത് അത്യാവശ്യം ചീസും ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപയ്ക്ക് ഒരു 6 ആളുകൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ സാൻഡ്വിച്ച് അടിച്ചാ പൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ എങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് വീട്ടിൽ കടയിൽ കിട്ടുന്ന രൂപത്തിൽ ഉണ്ടാക്കാന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഇതൊക്കെ ഇട്ടിട്ട് ശരിക്കും ചതച്ചെടുക്കുക. മിക്സിയിൽ അരക്കരുത് കേട്ടോ, മിക്സിയിൽ അരച്ച ഒരു ടേസ്റ്റ് കിട്ടൂല. ഇങ്ങനെ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ്, ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. നമ്മളൊരു 8 ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമ്മളൊരു പിഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല ഒരു കുറച്ച്, വളരെ കുറച്ച് മാത്രം. പിന്നെ നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ആ ചതവിൻ്റെ നീര് മാത്രം നമ്മൾ ഈ ചിക്കനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കത് ഫീസറിൽ കൊണ്ടുപോയേക്കാം, ഒന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് ഫീസറിൽ കൊണ്ടുപോയേക്കാം. അപ്പോൾ ശരിക്കും പൊരിഞ്ഞ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരൊറ്റ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ സവാള നല്ല കഴുകി തൊലി കളഞ്ഞ് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 8 സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് ഞാനൊരൊറ്റ തക്കാളിയാണ് എടുക്കുന്നത്. അതും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമ്മളൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ചതവിൽ ഏകദേശം 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 പച്ചമുളക് തന്നെ ധാരാളമാണ്. അതും ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് കുക്കുംബർ അതിൻ്റെ ഉള്ളിലെ ചോറ് അല്ലെങ്കിൽ കുരു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പുറങ്കായം മാത്രം നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കൈവിൻ്റെ പരമാവധി ഒരു സ്ക്വയർ ഷേപ്പിൽ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്യാപ്സിക്കം, ഒരൊറ്റ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കുംബർ നമ്മൾ പകുതി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു കുക്കുംബറിൻ്റെ, അത്യാവശ്യം വലിയൊരു കുക്കുംബറിൻ്റെ പകുതി മാത്രം. ക്യാപ്സിക്കം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതും ഒരു സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തായിട്ടുണ്ട്. ഇനി സൺഫ്ലവറും ഓയിലും മിക്സ് ചെയ്തിട്ടുള്ള ഓയിലിലാണ് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഒരു നാമ്പ് ഞാൻ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നമുക്ക് ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് പീസാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്തൊക്കെ അതാണ് നല്ലത്. പിന്നെ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് എല്ല് കുടുങ്ങുന്ന സമയത്ത് അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബോൺലെസ് പീസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചിക്കന് ഏകദേശം പൊരിഞ്ഞായിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നത് വരെ പൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കൈ കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ അത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. കാരണം ചതക്കുന്ന സമയത്ത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ അത് ഉപകാരപ്പെടും. ഇനി ഞാനിത് ചതച്ചെടുക്കുകയാണ്. ഇപ്പം ഏകദേശം വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ഉരലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചതച്ചെടുത്താൽ വളരെ ബെറ്റർ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മിക്കല്ല് അങ്ങനെയുള്ള ഇതിലൊക്കെ ചതച്ചെടുത്താൽ ബെറ്റർ ആയിരിക്കും. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലും നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ, ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ അതൊരു വേറെ
സുഖം തന്നെയാണ്, വേറെ ടേസ്റ്റ് തന്നെയാണ്. കാരണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സാൻഡ്വിച്ചിലിടയ്ക്ക് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. മറ്റേ മിക്സിയിലാവുമ്പോൾ കൂടുതൽ ചതഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മളെ മെയിൻ ഐറ്റം സാൻഡ്വിച്ചിൻ്റെ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുള്ള ചതവ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അത് ശരിക്കും മിക്സാക്കി എടുക്കാൻ ചെറിയൊരു ഫ്ലെയിം, ചെറിയൊരു ചൂടിൽ മാത്രം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഞാൻ കുറച്ച് ഗരം മസാല കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് എടുത്ത ഓയിൽ അതുകൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ കൂടുതലായാൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതിന്ന് അടച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന മല്ലിച്ചപ്പ് എന്നൊക്കെ നമ്മൾ പറയും, അതും പിന്നെ ഒരു കറിവേപ്പിൻ്റെ ഇലയും ഒരു ചെറിയ നാമ്പും അത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം വാടി വരുന്ന സമയത്ത് നമ്മളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി സമയത്തിന് ശേഷം, ഒന്നുകൂടി വാടിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയുടെ കൂടെ. ഇനി നിങ്ങൾക്കത് മസാല ഡ്രൈ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കാരണം ടേസ്റ്റ് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ്, കൂടുതലാവരുത്, വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുക. നമ്മുടെ മസാല അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിച്ചാപ്പൊളി മസാലയാണ്, കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചാണ് കാണാൻ. ഇനി നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാൻഡ്വിച്ച് സമൂൽ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അത്യാവശ്യം മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ, മൂർച്ചയില്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും കട്ട് ചെയ്ത് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഞാനിവിടെ ടൊമാറ്റോ സോസ്, നമ്മളെ കടയിൽ നിന്നൊക്കെ 2 രൂപയുടെ പാക്ക് കിട്ടുമല്ലോ, അതാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 5 പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കൂടുതൽ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെറുതെ കൂടുതൽ സാധനം വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യാനുസരണം, നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി തീരെ ഇഷ്ടമല്ലാത്തവർ ഒഴിവാക്കുകയും ചെയ്യാം. അതൊന്നും പ്രശ്നമുള്ള വിഷയമല്ല. ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ കട്ടിയുള്ള മയോണീസാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ മയോണീസ് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഒഴിച്ചു കൊടുത്തോളൂ. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മസാല ഇനി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഫില്ലാവുന്ന രൂപത്തിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമ്മുടെ മസാലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കളറോ അതുപോലെയുള്ള മഞ്ഞപ്പൊടികളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കളറിൽ കുറച്ച് കുറവുണ്ടാവും. കടയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് കുറവായിരിക്കും കളറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അത് നാച്ചുറലായിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കളർ കുറവുള്ളത്. അപ്പോൾ എല്ലാ സാൻഡ്വിച്ചിൻ്റെ സമൂലിലും നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മയോണീസ്, വൈറ്റ് സോസൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചീസ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചീസ് വെച്ച് കൊടുത്താൽ അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിച്ച പൊളി സാൻഡ്വിച്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ 5 ചീസാണ് എടുത്തിട്ടുള്ളത്. 5 ലെയർ ചീസാണ് എടുത്തിട്ടുള്ളത്. 10 ലെയറുള്ള ഒരു പാക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നൊരു 5 ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4 ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കുക. 2 പീസ് വെച്ച് ഓരോ സാൻഡ്വിച്ചിലും നമുക്ക് വെച്ച് കൊടുക്കുക. ചീസ് ഒന്ന് മെൽറ്റായിട്ട് ഈ മസാലയുടെ കൂടെ വരുമ്പോൾ സാൻഡ്വിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചീസ് യൂസ് ചെയ്യുന്നത്. ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ മറക്കരുത്.
ഇനി ഞാനിവിടെ അമുലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 12 രൂപയുടെ ചെറിയൊരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ചെറുമട്ടത്തിലൊന്ന് തേച്ച് കൊടുക്കുക. കൂടുതലാവരുത്, വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഓവനില്ല, അതുപോലെ തന്നെ ഗ്രില്ലും ഇല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ ഒരു പാന്, അതായത് നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പാൻ ഉണ്ടാകുന്നതാണ്. അതിൽ ചെറിയ ലോ ഫ്ലെയിമിൽ ബട്ടർ കുറച്ച് അതിൽ തേച്ച് കൊടുത്ത് അതിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ സമയം മാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതലാവരുത്, കാരണം ബെന്നാണ്, അത് കരിഞ്ഞു പോകും. നമ്മൾ ആ ഉള്ളിലുള്ള ചീസ് ഒന്ന് മെൽറ്റായി സാൻഡ്വിച്ചിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചീസ് മെൽറ്റായി പോകും. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ കിട്ടുന്ന അതേ മൊഞ്ചിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി തേച്ച് നമുക്ക് ആ ബട്ടർ പേപ്പറിൽ അതിനൊന്ന് മൊഞ്ചാക്കി എടുക്കുക. അതാകുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രൂപത്തിൽ അതേ മൊഞ്ചിലുള്ള സാൻഡ്വിച്ച് നമ്മളെ മുന്നിൽ റെഡിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മൊഞ്ചാക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2-3 ചെറിയൊക്കെ എടുത്ത് അത് പകുതിയായിട്ടാണ് കട്ട് ചെയ്ത് ടൂത്ത് പിക്കൊക്കെ എടുത്ത് ക്യാപ്സിക്കം ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെയാണ് കട്ട് ചെയ്ത് ഇതുപോലെ ടൂത്ത് പിക്കിൽ കോർത്തെടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുക. അപ്പോൾ നല്ല അടിച്ചാൽ പൊളി കടയിൽ കിട്ടുന്നതിലും സൂപ്പറായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ അതിഥികളൊക്കെ സൽക്കരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ. ഗുഡ് ബൈ.